കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനതുള്ളിൽ സരസിജമുറ്റെ മധുരത്തേൻ ഹുസ്നുജമാല. അവളുടെ തരമഹതൊക്കെ മറന്നിടും എന്ന തുടഹാലാൽ. 51 തൊട്ട് കോഴിക്കോട് നഗരത്തിൽ പ്രസംഗിക്കാനും കവിത ചൊല്ലാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ കാലം മുതൽക്കൊക്കെ ഞാൻ വിൽസേട്ടനെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എവിടെയൊക്കെയോ വെച്ച് ഞങ്ങൾ കാണും. എനിക്ക് വലിയ ഇഷ്ടമാണ് വിൽസേട്ടനെ. അത് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷേ ഇദ്ദേഹത്തോട് കുറച്ച് കൂടുതൽ ഇഷ്ടം ഇത്ര പ്രസാദമധുരമായി ഒരു സമ്പൂർണ്ണ കലാകാരൻ എങ്ങനെ ആയിരിക്കണമോ അങ്ങനെ വെളിപ്പെടുന്ന ഒരു നാട്യവും ജാടയും കൃത്രിമത്വവും ഇല്ലാത്ത പൂർണ്ണ പച്ച മനുഷ്യനായ കലാകാരനാണ് വിൽസൺ സാമുവൽ എന്ന ഈ മനുഷ്യൻ. അപ്പം അതുകൊണ്ട് അത്തരം കലാകാരന്മാരോട്, അത് കോഴിക്കോടിൻ്റെ ഒരു സവിശേഷതയാണ്. കോഴിക്കോട്ടെ മനുഷ്യന്മാർ മുഴുവൻ പച്ച മനുഷ്യന്മാരാണ്. വിശേഷിച്ച് ഇവിടെ കലാകാരന്മാർ പരിപൂർണമായും പച്ച മനുഷ്യന്മാരാണ്. 12ാമത്തെ വയസ്സിൽ വയലിനിസ്റ്റായിട്ടാണ് വിൽസൺ സാമുവൽ സംഗീത ജീവിതം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സാമുവൽ, അമ്മ മേരി സാമുവൽ, അല്ലെ, അവരുടെ മേരി മറ്റില്ല, അവരുടെ താല്പര്യമാണ്, അവരുടെ കലാപാരമ്പര്യമാണ് വിൽസേട്ടൻ 12ാമത്തെ വയസ്സിൽ കൊണ്ടുവന്നത്. അദ്ദേഹം ജോലി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് പൂർണ്ണസമയ കലാകാരനായത്. ഞങ്ങൾക്കൊന്നും ധൈര്യം ഉണ്ടായില്ല. ഞാൻ ബാങ്കിലെ ജോലി 37 കൊല്ലം കഷ്ടപ്പെട്ട് കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹം സ്റ്റേറ്റ് ബാങ്കിലെ ജോലി രാജിവെച്ച് പൂർണ്ണസമയ കലാകാരനായി. അദ്ദേഹം വയലിനിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ പലരും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് സോളോ വായിക്കുന്നുണ്ടെന്ന്. വയലിനിസ്റ്റായിട്ട് പൂർണ്ണമായി വെളിപ്പെടാൻ പോവുകയാണ്. നാടകക്കാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക. ആദ്യം ഇവിടുത്തെ കലാകാരന്മാർക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട വലിയ പ്രസ്ഥാനമാണ് സംഗമം തിയേറ്റേഴ്സ്. കലാകാരന് അർഹമായ പ്രതിഫലവും അംഗീകാരവും കിട്ടാത്ത കാലത്ത് KT-യുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സംഗമം തിയേറ്റേഴ്സിൻ്റെ അക്കാലത്തെ സാരഥികളിൽ ഒരാളാണ് ആലിക്കോയ, വിൽസൺ സാമുവൽ, KT മുഹമ്മദ്, വിക്രമൻ നായർ. അങ്ങനൊരു സംഘം ആളുകളാണ് സംഗമം തിയേറ്റേഴ്സ് തുടങ്ങിയത്. സംഗമം തിയേറ്റേഴ്സിലെ സൃഷ്ടിസ്ഥിതി സംഹാരം, അങ്ങനെ നീണ്ട സാകാരത്തിലുള്ള അനവധി നാടകങ്ങളിൽ KT കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സംഗീത സംവിധായകനായിരുന്നു, അതിൻ്റെ മൊത്തം നടത്തിപ്പുകാരനായിരുന്നു വിൻസൽ മാഷ്. അതിലുപരിയായി അദ്ദേഹം ആദ്യം മുതൽക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു തുടങ്ങിയ പല നാടകങ്ങളോട്, സമസ്യയല്ലേ ആദ്യത്തെ നാടകം, അല്ലേ? സമസ്യ എന്ന നാടകത്തിലാണ് ആദ്യത്തെ സംഗീത സംവിധാനം. മാള രവീന്ദ്രൻ, നെല്ലിക്കോട് ഭാസ്കരൻ, അങ്ങനെയുള്ള പലരും അന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സമസ്യയിൽ തുടങ്ങി എത്രയോ നാടകങ്ങൾക്ക് വിൽസേട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ചു. വളരെ കാലം ഞങ്ങളുടെ പ്രദേശത്തും അവിടെയും അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ മലബാർ എന്ന് പറഞ്ഞാൽ അന്ന് കൊടുങ്ങല്ലൂർ ആല നാട്ടിക ഫർക്ക തൊട്ടാണ് മലബാർ. ആ മലബാർ നാടകവേദിയുടെ പ്രാണവായുവായി കഴിഞ്ഞ 7ഓളം പതിറ്റാണ്ട് കാലമായി വിൽസൺ മാഷ് സജീവമായി, സക്രിയമായി, ഒരു നിമിഷം പോലും വിടാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ ഇനി വിലയിരുത്തപ്പെടും. ഞാൻ വിൽസേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാൻ തീർച്ചയാണ്. ഇപ്പോൾ വിൽസൺ സാമുവൽ ഒരു പ്രതിനിധാനമാണ്, ഒരു റെപ്രസെൻറ്റേഷനാണ്. കോഴിക്കോട്ടെ കഴിഞ്ഞ 7-8 പതിറ്റാണ്ട് കാലത്തെ സംഗീത നാടക ചരിത്രത്തിൻ്റെ ഇന്നത്തെ പ്രതിനിധാനം. ഞാൻ സൺഡേ സപ്ലിമെൻറ്റിൽ 2 മാസം മുമ്പ് കോഴിക്കോട്ടെ നാടക സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് മാതൃഭൂമി സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അത് അവസാനിപ്പിച്ചത്, അതിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയത്, അതിൻ്റെ പ്രതിനിധികളായിട്ട് 2 പേരെ ഇപ്പം മലബാറിലുള്ളൂ ആ കാലഘട്ടത്തിൻ്റെ. ഒന്ന് ഇബ്രാഹിം വെങ്കരയാണ്, അദ്ദേഹം കണ്ണൂരാണ്, ഇവിടെ ഇല്ല. രണ്ടാമത്തെ ആൾ വിൽസൺ സാമുവലാണ്, അദ്ദേഹമാണ് ഇപ്പോൾ കോഴിക്കോട് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന് ഗുരുപൂജ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, സംഗീത സംവിധായകനുള്ള പുരസ്കാരം നാടകത്തിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്, പല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അംഗീകാരങ്ങളെക്കാളൊക്കെ ഏറെ ജനഹൃദയങ്ങളിൽ കോഴിക്കോട്ട് അദ്ദേഹം ഇല്ലാത്തൊരു പരിപാടിയില്ല. ഞാൻ എത്ര പരിപാടികളെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവിടെ വരുമ്പോഴൊക്കെ വിൽസേട്ടനുണ്ടാവും. വിൽസേട്ടനെ കണ്ട ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ആ സന്തോഷം പങ്കുവയ്ക്കുന്നു.
ഒരു പ്രാർത്ഥന ആദ്യം തന്നെ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇതേ പ്രസാദത്തോടു കൂടി 120 വയസ്സുവരെ കലാകാരനായി ജീവിക്കാൻ വിൽസേട്ടന് സാധിക്കട്ടെ. ഇപ്പോൾ 120ാമത്തെ വയസ്സിൽ പൂക്കാസ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ടെങ്കിൽ അന്നും നിങ്ങൾ എന്നെ വിളിക്കണം, അന്ന് ഞാനും ഉണ്ടാകണം എന്ന് ഞാൻ എന്നെയും ആശംസിക്കുന്നു. അങ്ങനെ ഈ വിഷയം ബാക്കി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ വിൽസേട്ടനെ കണ്ടതിലെ സന്തോഷവും നിങ്ങൾ ഈ ചെയ്ത മഹത്തായ ഇതൊരു വലിയ സേവനമാണ്. നമ്മൾ ഓർക്കുന്നു, ഒരു കാലത്തെ ഓർക്കുന്നു. വിൽസേട്ടനെ ആദരിക്കുമ്പോൾ നമ്മൾ ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് കഷ്ടിച്ചിറങ്ങി നിൽക്കുന്നു. ആ നൂറ്റാണ്ടിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് 100 വയസ്സായി എന്നല്ല, ഒരു നൂറ്റാണ്ട് പിറകിലേക്ക് ഇറങ്ങിയാൽ 1924 24-25 കാലം. 24 ആധുനിക കേരളത്തിന് മാറ്റമുണ്ടാക്കിയ പല സംരംഭങ്ങളും. അതിൻ്റെയൊക്കെ ജന്മശതാബ്ദി വർഷമാണ്. കുമാരനാശാൻ്റെ ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി 2 കാവ്യങ്ങളും കേരളത്തെ മാറ്റിയ കാവ്യങ്ങളാണ്. അതിൻ്റെ ഇതായിരുന്നു ജന്മശതാബ്ദിയായിരുന്നു കഴിഞ്ഞ വർഷം 24. കഥാപ്രസംഗ കല ഉണ്ടായത് 924 ചേന്നമംഗലൂരിൽ. അതിൻ്റെ ജന്മശതാബ്ദിയായിരുന്നു 924. പി ഭാസ്കരൻ്റെ ജന്മശതാബ്ദിയാണ് ഇത്. കാമ്പിശ്ശേരി കരുണാകരൻ്റെ ജന്മശതാബ്ദിയാണ്. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയാണ്. ഇതൊക്കെ പൂക്കാസയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കൃത്യമായി ഓർക്കേണ്ട മൈൽ സ്റ്റോൺസാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ച ഒരു കാലത്തിൻ്റെ ജന്മശതാബ്ദി, ഒരു നൂറ്റാണ്ടാണ്. അതിലൊക്കെ പ്രധാനമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ജന്മശതാബ്ദിയാണ്. വൈക്കം സത്യാഗ്രഹമാണ് ഇന്ന് കാണുന്ന ആധുനിക കേരളത്തിൻ്റെ ഉദയത്തിന് കാരണമായത്. വൈക്കത്തിൻ്റെ ചുറ്റുമതിലിന് ചുറ്റുമുള്ള വഴിയിലൂടെ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാം, മനുഷ്യന് നടക്കാൻ പാടില്ല എന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഒന്നിച്ച് നടത്തിയ സമരമാണ് 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം. 924 തുടങ്ങി 925 അത് അവസാനിച്ചത്. അന്ന് അകാലികൾ ഇവിടെ വന്നിരുന്നു, പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ വന്നിരുന്നു. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ സമരം ഇന്ത്യയിൽ ആദ്യമായിട്ട് വിജയിച്ചത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമാണ് ആധുനികമായ മാനവികതയുടെ പല പല പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയത്. അതിലേറ്റവും വലിയ പങ്ക് വഹിച്ചത് കലാസാഹിത്യ പ്രസ്ഥാനമാണ്. അത് വിശേഷിച്ചും ഇന്ന് പവർ പൊളിറ്റിക്സിൻ്റെ മാനേജ്മെൻറ്റിൽ മാത്രം അഭിരമിച്ചു കഴിയുന്ന ഇടതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ തിരിച്ചറിയണമെന്നൊരു അപേക്ഷയും എനിക്കുണ്ട്. അത് പറയാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. പവർ പൊളിറ്റിക്സിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമല്ല, ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം എന്നത് ഇവിടുത്തെ മനുഷ്യരുടെ അടിത്തട്ടിലേക്ക് കലകളിലൂടെ എത്തിയ ഒരു വലിയ പ്രവർത്തനമാണ്. അതിൽ പ്രധാനമായി മലബാറിൽ നടന്ന വലിയ ചലനങ്ങളിൽ ഒന്ന് കോഴിക്കോട് കേന്ദ്ര കലാസമിതി, മലബാർ കേന്ദ്ര കലാസമിതി, പൊന്നാനി കേന്ദ്ര കലാസമിതി, വള്ളുവനാട് കേന്ദ്ര കലാസമിതി. അത് നാടക പ്രസ്ഥാനമായിരുന്നു. ആ നാടക പ്രസ്ഥാനം ഉണ്ടാക്കിയ ചലനങ്ങളാണ് പിൽക്കാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘത്തെ സാധ്യമാക്കിയത്. 36 കെ ദാമോദരൻ പുരോഗമന കലാപ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വന്നത്. അതൊക്കെ സംക്ഷിപ്തമായി പറയുന്നതിന് മുമ്പ് കോഴിക്കോടിൻ്റെ സംഗീത നാടക പാരമ്പര്യമാണ് നമുക്ക് ഓർക്കാനുള്ളത്. കോഴിക്കോട് വിൽസൺ സാമുവൽ പ്രതിനിധാനം ചെയ്യുന്ന കോഴിക്കോടിൻ്റെ സംഗീത പാരമ്പര്യത്തിൽ എണ്ണമറ്റ കലാകാരന്മാരുണ്ട്. കുറച്ച് പേരൊന്നുമല്ല. കോഴിക്കോട് അബ്ദുൽ ഖാദർ, കോഴിക്കോട് MS ബാബുരാജ്, മച്ചട്ട് കൃഷ്ണൻ, മച്ചട്ട് വാസന്തി, ഇവരെയൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. കാരണം കോഴിക്കോട്ടെ ഒരു കാലത്തെ പുരോഗമന രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ മുഴങ്ങിക്കേട്ടിരുന്ന, കോഴിക്കോട്ട് ബീച്ചിലൊക്കെ സമ്മേളനം നടക്കുമ്പോൾ പ്രിയപ്പെട്ട കലാസ്നേഹികളെ ആദ്യമായി ഖാദർക്കായും ബാബുക്കായും പാട്ടുപാടും, മച്ചാട്ട് കൃഷ്ണൻ പാട്ടുപാടും, കുട്ടിയായ വാസന്തി എന്ന് വളരെ ചെറിയ കുട്ടിയായിരിക്കും, അവരൊക്കെ പാട്ടുപാടും. പാട്ട് കഴിഞ്ഞ് ആരും പിരിഞ്ഞു പോകരുത്, നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ബാബുക്കായും ഖാദർക്കായും പാടുന്നതായിരിക്കും. അതൊരു ഭീഷണിയാണ്. അപ്പോൾ ഖാദർക്കായും ബാബുക്കായും വീണ്ടും പാടുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ആളുകൾ ക്ഷമയോടുകൂടി നേതാക്കന്മാരുടെ പ്രസംഗം കേട്ടിരുന്നത്. ഞാൻ നേതാക്കന്മാരുടെ പ്രസംഗം മോശമാണെന്ന് പറയല്ല, പ്രസംഗത്തിലേക്ക് ആളെ കൂട്ടാൻ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ മുമ്പിലും പിന്നിലും പാട്ടുവെച്ചും നാടകം വെച്ചുമാണ് ആളെ കൂട്ടിയത്. അന്ന് അതിനു വേണ്ടി പാടിയിരുന്ന ആളുകൾക്കൊന്നും പ്രതിഫലമുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങുകളിൽ പാടിയാൽ പ്രതിഫലം കിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇന്ന് പ്രതിഫലമൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അന്ന് പ്രതിഫലം കിട്ടില്ല. പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവുമായിട്ടും ആ കലാകാരന്മാർ കോഴിക്കോട്ട് പാടി ഉണർത്തിയതാണ് മലബാറിലെ പുരോഗമന രാഷ്ട്രീയം എന്ന് ഓർക്കേണ്ട ഒരു ചരിത്ര സന്ധിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പം അവരെ ഓർക്കുമ്പോൾ നമ്മെ മനുഷ്യരാക്കിയ ഒരു കാലം ഓർമ്മ വരും.
എത്രയോ ആളുകളുണ്ടായിരുന്നു. ഞാൻ ഒരു 1983 കോഴിക്കോട്ടൊരു കൊല്ലം താമസിച്ചു. ജോലി കിട്ടി. ഇവിടെ പെരുവയലിൽ ഗ്രാമീൺ ബാങ്കിൽ ജോലി ചെയ്യുന്ന കാലത്ത് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിലെ ഡ്രമ്മറായിരുന്ന ദേവദാസ്, ദേവുവിന് ഓർമ്മയുണ്ടല്ലോ, ദേവു സ്വാമി, തളിയിലെ ദേവു എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അപ്പം ഞാനന്ന് പുഷ്പ തിയേറ്ററിൻ്റെ അടുത്ത് വളരെ ചെറിയൊരു ലോഡ്ജിലാണ്, അരോമ എന്നൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ ദേവു എന്നെ ബാങ്ക് കഴിഞ്ഞ് വരുമ്പോൾ തളിയിൽ പോയി അരോമ ലോഡ്ജിൽ കൊണ്ടുപോയി ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബിൽ വരും. അപ്പം അന്ന് അവിടെ ഒരുപാട് CM വാടിയിൽ വരും. അന്ന് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിൻ്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു വിൽസൺ മാഷ്. കാലത്ത് രാഗ് റസാഖ് എന്ന് പറയുന്ന എല്ലാ പാട്ടിൻ്റെയും രാഗം പറയുന്ന ഒരാളുണ്ടായിരുന്നു. റസാഖ് ബായി ഇപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. രാഗ് റസാഖ് ഉണ്ടല്ലോ അല്ലേ, CM വാടിയിലുണ്ട്. അന്ന് SM കോയാക്ക പോയിരിക്കുന്നു, C അബൂബക്കർക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ ആളുകളൊക്കെ ഉണ്ട്. അന്ന് കോഴിക്കോട്ടെ നമ്മുടെ ഹരിനാരായണൻ ഉണ്ടായിരുന്നു, ശക്തി ഹരിനാരായണൻ, തബലിസ്റ്റ് ഹരി മരിച്ചുപോയി. ഹരി ഒന്നുണ്ട്, ഹരി വരും. അപ്പം അന്ന് ഞാൻ കഥാപ്രസംഗകനും കൂടിയാണ്. നിങ്ങൾക്കറിയാത്തൊരു ജീവിതം എനിക്കുണ്ട്. എൻ്റെ പൂർവാശ്രമത്തിൽ 30 വയസ്സിന് മുമ്പ് ഞാൻ അവസാനിപ്പിച്ചൊരു കലാപ്രസ്ഥാനമാണ് കഥാപ്രസംഗം. അക്കാലത്ത് എൻ്റെ കഥാപ്രസംഗ ട്രൂപ്പിൽ ഉണ്ടായിരുന്നവർ പലരും ഈ കോഴിക്കോടൻ ബന്ധമുള്ളവരാണ്. തിരൂർ ഷാ എന്നൊരാളായിരുന്നു എൻ്റെ മാൻഡലിനിസ്റ്റ്. ഷാ ഉസ്താദ് ബാബുരാജിൻ്റെ കൂടെയൊക്കെ വായിച്ചിരുന്ന ആളാണ്. വിൻസെൻ്റ് മാഷ്, സിത്താറിസ്റ്റായിരുന്ന വിൻസെൻ്റ് മാഷ് കുറേ കാലം തിരൂരായിരുന്നു. ഉസ്താദ് ബിച്ചമുസ്ഥാനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹമാണ് ക്ലാസിക്കൽ സ്റ്റൈൽ തബലവാദനം മലബാറിലെത്തിച്ചത്. ഉസ്താദ് ബിച്ചമ്മുവാണ്. അതിനു മുമ്പാണ് കാസർഗോഡ് കുമാരൻ ഭാഗവതർ സദക്കത്തുള്ള തബലിസ്റ്റായിരുന്നു. ഇപ്പോൾ ഈ വിൽസൺ മാഷ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലത്ത് ജാൻ മുഹമ്മദ് സാഹിബ്, ഗുൽ മുഹമ്മദ് സാഹിബ് എന്ന 2 ഉത്തരേന്ത്യൻ സംഗീതജ്ഞർ കോഴിക്കോട് വരികയും ഇവിടുത്തെ പാവപ്പെട്ടവരെ സംഗീതം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാലത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളാണ് എല്ലാവരെയും പഠിപ്പിച്ചത്. ഇവിടെ സവർണന്മാർക്ക് മാത്രമേ സംഗീതം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. കർണാടക ശാസ്ത്രീയ സംഗീതം പഠിക്കണമെങ്കിൽ സവർണ കുലത്തിൽ ജനിക്കണം. ഉന്തുവണ്ടി വലിക്കുന്നവരും സാധാരണ തൊഴിലാളികളും പെട്ടിപ്പിടിയക്കാരും ചെറുകിട കച്ചവടക്കാരും ഒക്കെ സംഗീതം പഠിക്കുന്നത് ഈ ഹിന്ദുസ്ഥാനി സംഗീതക്കാർ ഇവിടെ വരാൻ തുടങ്ങിയപ്പോഴാണ്. ഇവിടെ സേഠ് നാഗ്ജി പുരുഷോത്തം അവരുടെ സദരുകളിൽ പങ്കെടുക്കാൻ, കോഴിക്കോട്ടെ പല പരിപാടികളിൽ പങ്കെടുക്കാൻ വന്ന് ഇവിടെ താമസിച്ച ഉസ്താദുമാരിൽ ജാൻ മുഹമ്മദ് സാഹിബ് എന്ന ബംഗാളി സംഗീതകാരന് ഇവിടെ ആക്കോട്ടെന്ന് അദ്ദേഹം കല്യാണം കഴിച്ച ഒരു ബന്ധത്തിൽ ഉണ്ടായ 2 മക്കളാണ് മുഹമ്മദ് സാബിർ ബാബുവും മജീദും, തബലിസ്റ്റ് മജീദും. അതിൽ മുഹമ്മദ് സാബിർ ബാബു തിരിച്ചുപോയി. കുറച്ച് സംഗീതമൊക്കെ പഠിപ്പിച്ചിട്ടാണ് തിരിച്ചുപോയത്. ആ സംഗീതം കൊണ്ടാണ് ഇവിടെ സാബിർ ബാബു ജീവിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെ തെരുവിൽ പാടി നടന്ന മുഹമ്മദ് സാബിർ ബാബുവിനെ കണ്ടെത്തുന്നത് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വളരെ സംഗീതപ്രണയിയായ ഒരാളാണ്. പോലീസ് കോൺസ്റ്റബിളായിരുന്നു. കെട്ടി മുഹമ്മദിൻ്റെ വാപ്പ പോലീസ് സേനയിൽ ബ്യൂഗ്ലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ഈ കുഞ്ഞു മുഹമ്മദ്. തെരുവിൽ പാടി നടന്നിരുന്ന ലെസ്ലി ആൻഡ്രൂസ് എന്ന കുട്ടിയെയും കണ്ടെത്തുന്നത് ഈ കോഴിക്കോട്ട് സംഗീതപ്രണയികളുടെ പ്രതിനിധിയായ കുഞ്ഞു മുഹമ്മദാണ്. അവരെ 2 പേരെയും സ്വന്തം പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ച് തൻ്റെ പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ച് പഞ്ചായത്ത് മാളികകളിൽ പാടാൻ അവസരം വാങ്ങിക്കൊടുത്ത്, പാടുമ്പോൾ അവർക്ക് ഗിൽറ്റ് പൂമാലകൾ ചാർത്താൻ സ്വന്തം പോക്കറ്റിലെ പണം ചെലവഴിച്ച് പൂമാലകൾ വാങ്ങിക്കൊടുത്ത്, മുതിർന്നപ്പോൾ 2 സഹോദരിമാരെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്ത്, അങ്ങനെ പോലീസ് കോൺസ്റ്റബിൾ എന്ന കോഴിക്കോടിൻ്റെ മുഴുവൻ പ്രതിനിധിയായ പരിപൂർണ സഹൃദയനായ ഒരു മനുഷ്യൻ വളർത്തിക്കൊണ്ടുവന്നതാണ് ഈ പറയുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും MS ബാബുരാജനെ. ഞാനത് ഓർക്കുന്നത്, കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഓരോ കോഴിക്കോടുകാരൻ്റെയും പ്രതിനിധിയാണ്. ഞാൻ ഈ കോഴിക്കോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇവിടെ വന്ന് പ്രസംഗിച്ച് പോയാൽ കിട്ടുന്ന ചാരിതാർത്ഥ്യം കേരളത്തിൽ എവിടെ പ്രസംഗിച്ചാലും കിട്ടുകയില്ല. കാരണം അത്രമേൽ സഹൃദയത്വമുള്ള ആളുകളാണ് കോഴിക്കോട്ടുള്ളത്. അത്ര പച്ച മനുഷ്യരുമാണ്. കലയോട് അഗാധമായ ഇഷ്ടവും സ്നേഹവും സമർപ്പണവും, കലാകാരന്മാരോട് അതിരറ്റ സ്നേഹവും. അങ്ങനെയാണ് പൊന്നാനിയിൽ നിന്ന് ഉറൂബ് ഇവിടെ ഒന്ന് താമസാക്കി. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് അദ്ദേഹം വന്നില്ല. നമ്പൂതിരി ഇവിടെ ഒന്ന് താമസാക്കി. നമ്പൂതിരി അവസാന കാലത്താണ് അങ്ങോട്ട് വന്നത്. MT ഇവിടെ ഒന്ന് താമസാക്കി. ഇവിടെ തന്നെയാണ് മണ്ണിൽ അലിഞ്ഞ് ചേർന്നത്. അപ്പോൾ കോഴിക്കോട്ടുകാർ, ഞങ്ങൾ പൊന്നാനിക്കാർക്ക്, പൊന്നാനി കോഴിക്കോടിൻ്റെ 2ാം തലസ്ഥാനമായിരുന്നു. 1ാം തലസ്ഥാനം സാമൂതിരിയുടെ 1ാം തലസ്ഥാനം കോഴിക്കോടും 2ാം തലസ്ഥാനം പൊന്നാനിയായിരുന്നു. അങ്ങനെ ബന്ധവും ചരിത്രപരമായിട്ട് പൊന്നാനിക്കാർക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ആത്മകഥാപരമായി പോകുന്നുണ്ട്, ക്ഷമിക്കണം. ഈ ബാബുരാജ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, അവരൊക്കെ പാടിയുണ്ടാക്കിയ ഒരു കാലം. അന്ന് SM കോയാക്കയുണ്ട്. അന്നിവിടെ 40കൾ തൊട്ട് സജീവമായിരുന്ന പോസ്റ്റ്മാൻ സേതുഭായിയുടെ ഈവനിങ് ക്ലബ്ബ്, അല്ലേ? ഈവനിങ് ക്ലബ്ബ് ഇവിടെ പ്രശസ്തമാണ്. പോസ്റ്റ്മാൻ സേതുഭായി വലിയ സംഗീത പ്രണയിയായിരുന്നു. ഈ കോഴിക്കോട്
കുഞ്ഞു മുഹമ്മദ് സാഹിബിനെ പോലെ ഓർക്കേണ്ട ആളാണ് പോസ്റ്റ്മാൻ സേതുബായി. ഉപ്പ് മൊത്ത വ്യാപാരിയായിരുന്ന സാൾട്ട് മുഹമ്മദ് കോയയുടെ ഒരു മാളിക. സാൾട്ട് മുഹമ്മദ് കോയയൊക്കെ ഒരുപക്ഷെ ആൾ മറന്നുപോയി. സഹൃദയരാണ്, അവരൊന്നും സംഗീതക്കാരല്ല, അവരൊരു മാളിക. അറബീൻ്റെ അകത്ത് കോയയുടെ കല്ലായിയിലെ മാളിക. അറബീൻ്റെ അകത്ത് കോയ, ഇതൊക്കെ ഒരു 40കളുടെ കാലമാണ്. അക്കാലത്തെ കല്ലായിലൊരു മാളിക. ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ്ബ്, കല്ലായി തന്നെയായിരുന്നു ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ്ബ്. ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ്, SM കോയാക്കയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന താൻസൻ മ്യൂസിക് ക്ലബ്ബ്. ഇങ്ങനെ കോഴിക്കോടിൻ്റെ ഇടുക്കുമുടുക്കുകളിൽ ധാരാളം സന്നദ്ധ കലാപ്രവർത്തകർ ക്ലബ്ബുകൾ ഉണ്ടാക്കി പ്രവർത്തിച്ചിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിൽസൺ സാമുവൽ മാഷ്ട ഉത്സാഹത്തിൽ 83-ൽ ഹാൻഡൽ മാനുവലിൻ്റെ പിയാനോ കച്ചേരി ഇവിടെ നടന്ന് ഞാൻ വന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഹാൻഡൽ മാനുവലിനെ അത്ഭുതത്തോടെയാണ് നമ്മളൊക്കെ കാണുന്നത്. ടോമി കാങ്കയുടെ വയലിൻ കച്ചേരി, കാലിക്കറ്റ് മ്യൂസിക് ക്ലബ്ബോ ഒക്കെയാണ് അതിൻ്റെ സംഘാടകരായത്. ആ കാലത്തൊക്കെ ഇവിടെ സജീവ സംഗീത പാരമ്പര്യമുണ്ട്. എല്ലാതരം സംഗീതത്തെയും ഏറ്റെടുക്കാൻ ഈ കലാകാരന്മാർ തയ്യാറായിരുന്നു. അവരാരും ഒന്നും നേടാതെയാണ് കടന്നുപോയത്. അതുകൂടി ഞാൻ പറയാൻ വിട്ടുപോകാൻ പാടില്ല. സാംസ്കാരിക രക്തസാക്ഷികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. വിശേഷം പുരോഗമന പ്രസ്ഥാനക്കാരത് ഓർക്കേണ്ടതാണ്. സാംസ്കാരിക രക്തസാക്ഷികൾ. ഞാനങ്ങനെ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. കയ്യൂരിലും മുനയൻകുന്നിലും പുന്നപ്രയിലും വയലാറിലും ഒള്ളതലയിലും നേരിട്ട് രക്തസാക്ഷികളായ പോരാളികളെ അങ്ങേറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിനേക്കാൾ ഒട്ടും കുറവല്ല സാംസ്കാരിക രക്തസാക്ഷികളുടെ സംഭാവന. കാരണം ഒന്നും നേടാതെ, പണം നേടാതെ, പദവി നേടാതെ, പ്രശസ്തി നേടാതെ പുരോഗമന സാംസ്കാരിക രാഷ്ട്രീയത്തിന് വേണ്ടി പാടുകയും കഥ പറയുകയും നാടകം കളിക്കുകയും ചെയ്തുകൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ആയിരക്കണക്കിന് കലാകാരന്മാർ പട്ടിണി കിടന്നും രോഗം വന്നും മരിച്ചു. നിങ്ങൾ കോഴിക്കോടിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും പഞ്ചായത്തുകളിൽ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാടകം കളിക്കാനും പാടാനും കഥാപ്രസംഗം പറയാനും വേണ്ടി നടന്ന് പുരോഗമന മനുഷ്യരാഷ്ട്രീയം പ്രചരിപ്പിച്ച ആയിരക്കണക്കിന് മനുഷ്യർ ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല, അധികാരത്തിലേക്ക് വന്നിട്ടില്ല, അവർക്കൊന്നും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല. അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പോലും മറന്നുപോയ അവസ്ഥയിലായിരുന്നു. ഞാൻ കണ്ട പല ആളുകളും അങ്ങനെ തന്നെയായിരുന്നു. വളരെ പ്രശസ്തനായ തോപ്പിൽ ഭാസി പോലും കാല് മുറിച്ചു മാറ്റപ്പെട്ട കാലത്ത് ഞാൻ പോയി കാണുമ്പോൾ അങ്ങേയറ്റം ദുഃഖിതനാണ്. അദ്ദേഹം അനാഥനുമാണ്. ഞാൻ ഇവിടെ തന്നെയുള്ള പലരെയും വന്ന് കണ്ടിട്ടുണ്ട്. കുഞ്ഞാണ്ടിയേട്ടനെ തിരൂരിലേക്ക് പ്രസംഗിക്കാൻ ഒരു തവണ കൊണ്ടുപോയത് ഞാനാണ്. ആണ്ടിയേട്ടൻ അന്ന് മരിക്കുന്നതിന് കുറച്ച് മുമ്പാണ്. ആണ്ടിയേട്ടൻ വളരെ ദുഃഖിതനാണ്. പഴയ കോഴിക്കോട്ടെ പോലെയൊന്നുമല്ല. പഴയ കുടുംബ ബന്ധമൊന്നും നാടകക്കാർ തമ്മിലില്ല. കുട്ടിയടുത്ത് വിലാസിന് ഇവിടെ ഇരിക്കുന്നു. അവസാനം ശാന്താദേവിയെ കാണുമ്പോഴും അവർ ആണ്ടിയേട്ടൻ സങ്കടത്തോട് പറഞ്ഞാണ്. ശാന്താദേവി ചേച്ചിയെ ഞാൻ കാണുമ്പോഴും ദുഃഖിതയായിരുന്നു. പക്ഷെ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ഞാൻ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരിക്കും. ശാന്താദേവി ചേച്ചിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ ഇവരൊക്കെ ഒരുക്കിയ ഒരു സ്വീകരണം ഞാനാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർമ്മയുണ്ട്. കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ അതിൻ്റെ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യാനും എനിക്ക് ഭാഗ്യമുണ്ടായത്. അതിന് ഞാൻ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ആഹ്വാൻ സെബാസ്റ്റ്യേട്ടൻ്റെ മകനെ കണ്ടിരുന്നു. ആഹ്വാൻ സെബാസ്റ്റ്യേട്ടനെ ആൾ മറന്നുപോയി. സെബാസ്റ്റ്യേട്ടൻ നല്ല സംഗീതക്കാരനായിരുന്നു, നല്ല നാടകക്കാരനായിരുന്നു. സെബാസ്റ്റ്യേട്ടൻ മരിച്ചിട്ടുള്ള ആദ്യത്തെ പരിപാടിയിലും പുരുഷേട്ടനൊക്കെയാണ് അതിൻ്റെ ബാബു പാറശ്ശേരിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ കൂടി, ബാബു പാറശ്ശേരിയാണ് ഈ നാടകരംഗത്ത് നിന്ന് അധികാര രംഗത്തേക്ക് വന്ന നമ്മുടെ ഒരേ ഒരാൾ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ധാരാളം സാംസ്കാരിക പരിപാടികൾ ഇവിടെ നടത്തിയിരുന്നു. ഞാനതൊക്കെ പറയുന്നത് ഞാനിതിൻ്റെ കൂടെ നിരന്തരം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് വന്നത്. വിൽസേട്ടനെ ആദരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. അപ്പം അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. എത്രയോ ആളുകൾ, അബ്ദുൽ ഖാദർ കായൊക്കെ എത്രയെത്ര പാട്ടുകളാണ്. വാടരുതേ വനരാധേ പോലുള്ള വാസുപ്രതിഭേട്ടനാണ് എഴുതിയിരിക്കുന്നത്. വാസുപ്രതിഭേട്ടനെ ഞാൻ പ്രദീപ് ആർട്സിൽ പോയി കാണുന്ന കാലത്ത് അദ്ദേഹം ഖാദർക്ക ജീവിച്ചിരിക്കുന്ന കാലത്തൊരു നാടകം എഴുതിയിട്ടുണ്ട്. ഖാദർക്ക മരിച്ചതായി AK കോഴിക്കോട് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. AK കോഴിക്കോട് മരിച്ചിട്ട് സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ പിരിവ് നടത്തുകയാണ്. അങ്ങനെ പിരിവ് നടത്തി വലിയ സംഖ്യ പിരിച്ച സമയത്ത് ആ സംഘാടക സമിതിയിലേക്ക് മരിച്ച ഖാദർക്ക നടന്നു വന്നിട്ട് പറയും, എനിക്ക് വിശക്കുന്നു, എൻ്റെ കുട്ടികൾ പട്ടിണിയാണ്, എനിക്ക് സ്മാരകമല്ല വേണ്ടത്, ആ പണം എനിക്ക് തരൂ. അങ്ങനെ ഒരു നാടകമുണ്ട്. അത് വാസുപ്രതിഭേട്ടൻ എഴുതിയതാണ്. അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അബ്ദുൽ ഖാദറിൻ്റെ പാട്ടുകളൊക്കെ ഞാനിപ്പോഴും ഇടയ്ക്ക് ചില ഏകാന്തതയിൽ സങ്കടം തോന്നുമ്പോൾ കേൾക്കുന്നൊരു പാട്ടുണ്ട്. ഓരോ കിനാവിൻ്റെ മാമ്പൂവ് തിന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തന്ന് ഓടിക്കളിച്ചതും പാടി പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി തുടിച്ചതും
എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നിരുന്ന് ഖാദർക്ക ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ മറക്കുക? ഞങ്ങളൊന്നും നേടിയിട്ടില്ല, ഞങ്ങൾ അധികാരം നേടിയിട്ടില്ല, ഞങ്ങൾക്ക് പദവി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടി, നിങ്ങൾക്ക് വേണ്ടി സ്വപ്നം കണ്ടു, നിങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നു. പട്ടിണി രാവുകൾ പാടി പാടി വെളുപ്പിച്ച് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകുന്നൊരു കാലത്തിനു വേണ്ടി ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം നടന്നു. അക്കാലത്ത് നടന്ന എത്രയോ ആളുകളെ, ഇത് മലബാറിലെ കാര്യമാണ്, തെക്കോട്ടുപോയാലും തന്നെയാണ് സ്ഥിതി. KPSC സുലോചന എന്നൊരു പാട്ടുകാരിയെ ഇപ്പോൾ ആരും ഓർക്കാറില്ല. KS ജോർജേട്ടനെ ഞാൻ അവസാനം കാണുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് അസുഖം വന്ന് ചികിത്സ കഴിഞ്ഞ് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു പരിപാടിയുമായിട്ട് ചുറ്റി സഞ്ചരിക്കുന്ന കാലത്ത് ഞാനന്ന് ചെറുപ്പമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നൊരു ചടങ്ങിൽ KS ജോർജിനെ ഒന്നും മറക്കാറായിട്ടില്ല. മലബാറുകാരനല്ലെങ്കിലും നമ്മുടെ നാടക ചരിത്രത്തിൽ പ്രധാനപ്പെട്ടൊരു ശബ്ദമാണ്. അപ്പം അന്ന് അദ്ദേഹം തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിങ്ങനെ മെലിഞ്ഞു നൂല് പോലെ ആയ ഒരവസ്ഥയിലാണ്. ആളുകൾ പറഞ്ഞു, ജോർജേട്ടാ പാട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കലാകാരൻ്റെ പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ്, അപ്പോഴത് കണ്ടത്. വയ്യാത്ത മനുഷ്യൻ പാടിയ ഒരു പാട്ട് മരിക്കുന്നത് വരെ ഞാൻ മറക്കില്ല, നിങ്ങൾക്കും മറക്കാൻ സാധിക്കില്ല. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. മിഴി നട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. ഒരു കൊടും കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിമുകിലെങ്ങോ പറന്നു. ഒരു കൊടും കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിമുകിലെങ്ങോ പറന്നു. അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻമലർവാനിൽ. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. അതൊരു പഴയ പാട്ടാണ്. മാരിവില്ലിൻ്റെ തേൻമലരുകളെ സ്വപ്നം കണ്ടു. മഴവില്ലിന് 7 നിറമാണ്. 7 ചേർന്നാൽ ശാസ്ത്രം പഠിപ്പിച്ചത് 1 വെള്ള നിറമാണ്. 7 ചേർന്നാൽ 1 ശാസ്ത്രമാണ്. മഴവിൽ സംസ്കൃതിയാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും ബുദ്ധനും ജൈനനും 7 ചേർന്നാൽ 1 നമ്മെ പഠിപ്പിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ നാടക സംഗീത കലാപ്രവർത്തനങ്ങളാണെന്ന് മറന്നു പോകരുത്. അതാണ് രമേശേട്ടൻ പറഞ്ഞത്. ഹിന്ദു പോപ്പിലൂടെ അവർ റദ്ദ് ചെയ്തത് ഈ ജനകീയ മനുഷ്യ മാനവ സംഗീത നാടക ചരിത്രമാണ് റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഓർക്കുമ്പോൾ 3 അടി പിന്നാക്കം വാങ്ങി നിന്ന് 7 അടി മുന്നാക്കം ചാടിയവനും, അതൊരു വടക്കൻ പാട്ടിലെ ആയോധന ബലതന്ത്രമാണ്. 3 അടി പിന്നിലേക്ക് ഇറങ്ങിയാൽ 7 അടി മുന്നിലേക്ക് ചാടാം. നിന്നിടത്ത് ചാടിയാൽ കുറച്ച് ദൂരമേ പോകൂ. 3 അടി പിന്നിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് 7 അടി മുന്നിലേക്ക് ചാടാനുള്ള ഓർമ്മകളുടെ ബലം കിട്ടും. 3000 അടി പിന്നിലേക്ക് പോയാൽ അങ്ങനെ, അപ്പം എല്ലാവരും 3 അടിയല്ല 3000 അടി 4000 അടി പിന്നിലേക്ക് വലിച്ചാൽ ഏതെങ്കിലും ജന്മഭൂമിയിൽ ചെന്നുപെട്ട് ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ പുനരുത്ഥാനത്തിൻ്റെ പാതാളക്കുണ്ടിൽ പോയി വീഴും. അതുകൊണ്ട് പുരോഗമന സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർക്ക് 3000 അടി പിന്നിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. 3 അടി പിന്നിലേക്ക് 1924ലേക്ക് 40ലേക്ക് 50കളിലേക്ക് 60കളിലേക്ക് വിൽസൺ സാമുവൽ മാഷെ പോലുള്ള ആളുകൾ ജീവിതം മുഴുവൻ കലയ്ക്ക് സമർപ്പിച്ച് ഇവിടെ ഉണ്ടാക്കിയെടുത്ത നാടക പ്രസ്ഥാനത്തിലേക്ക് സംഗമ തിയേറ്റേഴ്സ് പിരിഞ്ഞു കെട്ടി കലിംഗ ഉണ്ടാക്കിയപ്പോഴാണ് ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നത്. സംഗമത്തിന് മുന്നോട്ട് പോകാൻ ഒരു വഴി കാണാനില്ല, ഒരു മികച്ച നാടകം വേണം. അങ്ങനെയാണ് MT വാസുദേവൻ നായരെ ഈ വിൽസൺ സാമുവൽ പോയി ഒരു നാടകം എഴുതി തരണമെന്ന് പറയുന്നത്. പടച്ച തമ്പുരാൻ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത MT വാസുദേവൻ നായർ ജീവിതത്തിൽ ആദ്യമായി ഒരു നാടകം എഴുതിയത് വിൽസൺ സാമുവൽ എന്ന മനുഷ്യൻ്റെ പ്രേരണ കൊണ്ടാണെന്ന് ഇപ്പോഴെങ്കിലും വെളിപ്പെടുത്തണ്ടേ.
അദ്ദേഹം അത് പറയില്ല. അദ്ദേഹം ഒരിക്കലും പറയില്ലെങ്കിലും എനിക്കറിയാവുന്നൊരു കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. ആ നാടകം എഴുതി കൊടുത്തു എന്ന് മാത്രമല്ല, പിന്നീട് തിക്കോടിയൻ മഹാഭാരതം എന്നൊരു നാടകം എഴുതി കൊടുത്തപ്പോൾ അത് സംവിധാനം ചെയ്തു MT വാസുദേവൻ നായർ, അല്ലേ? MTയുടെ ജീവചരിത്രത്തിൽ 2 പ്രധാനപ്പെട്ട ഡീവിയേഷൻസാണ്: നാടകം എഴുതാനും നാടകം സംവിധാനം ചെയ്യാനും പിന്നെ സിനിമ പാട്ട് എഴുതാനും പോയി. 4 പാട്ട് എഴുതി MT. വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരിക്ക് സുഖമില്ലാതായപ്പോൾ പാട്ടെഴുതാൻ പലരെയും വിളിച്ചു. NN കക്കാടിനെ വിളിച്ചപ്പോൾ കക്കാട് പറഞ്ഞു, എന്നെ പാട്ടെഴുതാൻ നിർബന്ധിച്ചാൽ ഞാൻ കോഴിക്കോട് വിട്ട് എവിടേക്കെങ്കിലും പോവും. അങ്ങനെ വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ MT വളർത്തുമൃഗങ്ങൾക്ക് പാട്ട്. അങ്ങനെ വിൽസൺ സാമുവൽ എന്ന ഈ നാടക പ്രവർത്തകൻ്റെ നിർബന്ധം കൊണ്ട് കലാകേരളത്തിന് കിട്ടിയ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവന എന്താണെന്ന് വെച്ചാൽ ഗോപുരനടയിൽ എന്ന നാടകം MTയെ കൊണ്ട് എഴുതിച്ചു എന്നതാണ്. അങ്ങനെ പലതും ഈ മനുഷ്യൻ ചെയ്തു. സംഗമം തിയേറ്റേഴ്സിന് പിന്നെയും വിക്രമൻ നായർ സ്റ്റേജ് ഇന്ത്യ ഉണ്ടാക്കിപ്പോയി. പിന്നെയും 96 വരെ സംഗമം തിയേറ്റേഴ്സിനെ തോളിലേറ്റി നടന്നത് ഈ വിൽസൺ സാമുവൽ എന്ന മനുഷ്യനാണ്. അങ്ങനെ എത്രയോ ആളുകളെ, കോഴിക്കോട്ടെ ആളുകളുടെ ചരിത്രം പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസമൊന്നും സംസാരിച്ചാൽ പോരാ, ദിവസങ്ങളോളം സംസാരിച്ചാലും കഴിയില്ല. വാസുപ്രദീപിനെ കുറിച്ചാണെങ്കിൽ പറയാനുണ്ട്, തെക്കോടിയൻ മാഷാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്, നെല്ലിക്കോട് ഭാസ്കറിനെ കുറിച്ച് പറയാനുണ്ട്, ആഹ്വാൻ സെബാസ്റ്റ്യറ്റിനെ കുറിച്ച് പറയാനുണ്ട്, ശാന്താദേവി ചേച്ചിയെക്കുറിച്ച് പറയാനുണ്ട്, കുഞ്ഞാവക്കയെക്കുറിച്ച് പറയാനുണ്ട്, കോഴിക്കോട് അബ്ദുൽ ഖാദർക്കായെക്കുറിച്ച് പറയാനുണ്ട്, MS ബാബുരാജിനെ കുറിച്ച് പറയാനുണ്ട്, കോഴിക്കോട്ട് സംഗീതത്തിന് വേണ്ടി ജീവിതം കളഞ്ഞ എത്രയെത്രയോ കലാകാരന്മാരെ കുറിച്ച് പറയാനുണ്ട്. SM കോയാക്ക, CA അബൂബക്കർ. CA അബൂബക്കറിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകളൊക്കെ കേട്ടത്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഓളവും തീരുവും എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് CA അബൂബക്കറിൻ്റെ പട്ടുപോലെ മൃദുലമായ ശബ്ദത്തിൽ നമ്മൾ സിനിമ പാട്ട് പോലെ മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. PN മേനോനും MTയും കൂടി നിർബന്ധപൂർവമാണത്. തടകി മണ്ണത്തെ സമയത്തിൽ ഉടനവനെത്തി മനതുള്ളിൽ സരസിജമുറ്റെ മധുരത്തേൻ ഹുസ്നുജമാല അവളുടെ തരമഹതൊക്കെ മറന്നിടും എന്ന തുടഹാലാൽ. എല്ലാവരും ഇശല് പാടിയതപ്പെടാ. കണ്ടാറക്കട്ടുമ്പ വെണ്ടരുളൊത്തക്കത്തുണ്ടതിലുണ്ടാനേ ഒരുത്തി കഹനിലുദിത്ത ഖമർ പൊൽ മുഖം കത്തി ലങ്കി മാറിന്താനേ. ഒരുപാട് ഇശലുകളുണ്ട്. ഒയ്യേ എനിക്കുണ്ട് പയ്യൽ പീറായത്തിൽ ഒത്തൊരു മീത്ത് കള്ളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റൊരു വാക്ക് ഞാൻ തെറ്റിടാതെ അയ്യവൻ നാമത്തെ മൊയ്യും സൈനു തുജ ആമേയൻ നാമം നസീമത്തെൻറും നാങ്കൾ കാശേയും വൻ വിശ്വാസം തന്നിൽ അരശൻ നീക്കാഹെന്നെ പിരിശത്തിൽ ചെയ്യുവാനും ആടും ദീനം വീട് കൂടുവാനും ദിവസം ആശയിൽ നീ ചെയ്യിച്ചോഷ വീശിയുരയുമൻ. അങ്ങനെ പാടിയാൽ ഞാനങ്ങനെ പാടിപ്പോവും. ഈ പാട്ടുകളൊക്കെ പ്രസരിച്ചത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ മാപ്പിളപ്പാട്ടുകൾ എല്ലാവരെ കൊണ്ടും പാടിച്ചത് കോഴിക്കോട്ടുകാരാണ്. കോഴിക്കോട്ടുകാർ അതുവരെ ഒന്നും നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടില്ല. 54 നീലക്കുയിൽ ഉണ്ടായത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട്ട് ആകാശവാണിയിൽ PC കുട്ടികൃഷ്ണൻ എന്ന ഉറൂബും അവർ ജോലി ചെയ്യുന്നു. K രാഘവനും P ഭാസ്കരനും ഒക്കെ കോഴിക്കോട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് 54 നീലക്കുയിൽ എന്ന സിനിമ കോഴിക്കോടിൻ്റെ നാടക സംഗീത ചരിത്രത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവനയാണ്. കുട്ടിയടത്തിയിൽ ഈ വിലാസിനെടുത്തി വരുന്നതും ആ കാലത്തിൻ്റെ ഭാഗമാണ്. കുട്ടിയടത്തി കാതുമുറിച്ച മീനാക്ഷിയടത്തിയുടെ കഥയാണ്. ഒരുപക്ഷെ ഞാൻ കാതുമുറിച്ച മീനാക്ഷിയടത്തിയെ കണ്ടിട്ടില്ല, എൻ്റെ അടുത്ത നാട്ടിലാണ് കൂടല്ലൂർ. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ആ കഥ വായിക്കുമ്പോഴൊക്കെ വരുന്ന രൂപം ഈ വിലാസിനെടുത്തിയുടെ രൂപമാണ്, കുട്ടിയടത്തി വിലാസിനെടുത്തിയുടെ രൂപമാണ്. അതൊരു കാലത്തിൻ്റെ പ്രതീകമാണ്. അപ്പം അന്ന് അങ്ങനെയാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ എന്ന പാട്ട് ഭാസ്കരൻ എഴുതുന്നത്. വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. കാളിദാസൻ പോലും ഇത്ര മനോഹരമായ ഉപമയുണ്ടാക്കിയിട്ടില്ല. കാമുകിയുടെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് കാമുകൻ്റെ ഞരമ്പുകളൊക്കെ കമ്പൊടിഞ്ഞ ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞ് നാശകോശമായിട്ട് കിടക്കുക. എന്നിട്ടും കാമുകൻ്റെ ഒരു ജനാധിപത്യപരമായ റിക്വസ്റ്റ്, ഡെമോക്രാറ്റിക് പ്രേമം അല്ലേ,
വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. വളരെ ഡെമോക്രാറ്റിക് ആയ റിക്വസ്റ്റ് അല്ലേ? നിൻ്റെ മനസ്സിൽ വേറെ ആളാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ വെറുതെ കയ്യിലും കുത്തി നടക്കണ്ടല്ലോ. ഈ ജനാധിപത്യം അവസാനിക്കുമ്പോഴാണ് കാമുകി പ്രേമം നിഷേധിച്ചാൽ കാമുകൻ കുത്തിക്കൊല്ലുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ സമീപകാലത്ത് വ്യാപിച്ചൊരു കാര്യമാണ്. കാമുകി പ്രേമം നിഷേധിച്ചാൽ പ്രേമ കത്തല്ല, പ്രേമ കുത്താണ്. അല്ല, തിരിച്ച് കാമുകിമാർ ജ്യൂസ് കൊടുത്ത് കൊല്ലാനും തുടങ്ങിയിരുന്നു അല്ലേ? കാമുകനെ ജ്യൂസ് കൊടുത്ത് കൊന്ന ഒരു കാമുകിയും കേരളത്തിലുണ്ടായി. പക്ഷേ അത് വ്യാപിച്ചില്ല. പക്ഷെ നമ്മുടെ കലാകാരന്മാർ ഇവിടെ ഉണ്ടാക്കിയ എത്രയോ പാട്ടുകൾ, കോഴിക്കോട്ടെ നാടകത്തിലെ പാട്ടുകൾ മാത്രം എടുത്ത് ശേഖരിച്ചാൽ അതുല്യ പ്രണയത്തിൻ്റെ, മനുഷ്യ സാഹോദര്യത്തിൻ്റെ, പുരോഗമന സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ, മതേതര മാനവികതയുടെ ഒക്കെ. സ്ത്രീകളെ കൊണ്ട് ആദ്യം കൊടി പിടിപ്പിച്ചത് കേട്ടിയാണ്. കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ അല്ലേ? ആദ്യമായി കൈകൾ കൊടി കെട്ടി പുറത്തേക്ക് ഇറങ്ങിയത് വീട്ടി നമ്പൂതിരി സ്ത്രീകളെ മോചിപ്പിച്ചുവെങ്കിൽ കേട്ടി മുസ്ലിം സ്ത്രീകളെ മോചിപ്പിച്ചു എന്ന് ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. വീട്ടി തൊട്ട് കേട്ടി വരെ. കേട്ടിയുടെ കറവറ്റ പശു വെളിച്ചം വിളക്കന്വേഷിക്കുന്നു, അച്ഛനും ബാപ്പയും ഇത് ഭൂമിയാണ്. അതിനു മുമ്പ് കേട്ടി മുഹമ്മദ് യൂനസിൻ്റെ കണ്ടം വെച്ച കോട്ട് തുടങ്ങി എത്രയോ നാടകങ്ങൾ കോഴിക്കോട് നാടക ചരിത്രത്തിലുണ്ട്. സംഗമം തിയേറ്റേഴ്സ് അതിൻ്റെ നേരവകാശികളായിട്ട് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. ആ അവകാശമാണ് വിൽസൺ സാമുവൽ ഈ പ്രായത്തിലും കെടാതെ കാത്തു സൂക്ഷിച്ചത്. അതുകൊണ്ട് ഈ വിൽസൺ സാമുവൽ ഒരു ചെറിയ ആളല്ല, ഒരു മഹിത മനുഷ്യ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ അറ്റത്തെ കാവൽ ഭടനാണ്. അതുകൊണ്ട് അങ്ങേക്ക് ആയുസ്സുണ്ടാകേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം ഇത് കെട്ടുപോകരുത്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും അപായകരമായ വിഭാഗീയതയുടെ, വർഗീയതയുടെ, വംശീയതയുടെ ഇരുട്ടിലൂടെ ലോകം കടന്നു പോവുകയാണ്. ഇന്ത്യ മാത്രമല്ല, നെതന്യാഹു ആയാലും ട്രംപ് ആയാലും ഇന്ന് ലോകത്ത് അധികാരത്തിലേറിയിരിക്കുന്ന പുതിയ വൻ ശക്തികളുടെ നേതാക്കന്മാർ മുഴുവൻ വംശീയവാദികളോ വർഗീയവാദികളോ ഫാഷിസ്റ്റുകളോ ആണ്, ഇന്ത്യയിലടക്കം. നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ഹിറ്റ്ലർ പരാജയപ്പെട്ടത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളെങ്കിലും തിരിച്ചറിയണം. ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ ഇല്ലായിരുന്നെങ്കിൽ, സോവിയറ്റ് യൂണിയൻ അവസാന ഘട്ടത്തിലെങ്കിലും സഖ്യകക്ഷികളുടെ പക്ഷത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഹിറ്റ്ലർ ജയിക്കുന്നൊരു ചരിത്രം 40കളിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അന്ന് ഹിറ്റ്ലർ ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയത്തെ നീട്ടിക്കിട്ടിച്ചത് സോവിയറ്റ് യൂണിയൻ. നിങ്ങൾ സ്റ്റാലിനെക്കുറിച്ച് എന്തൊക്കെ മോശമായത് പറഞ്ഞാലും സ്റ്റാലിൻ എന്ന മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഫാഷിസം ലോകം ഭരിക്കുമായിരുന്നു അല്ലേ? ഒരുപക്ഷെ നമുക്ക് രമേശ് ചേട്ടന് ഒക്കെ ചരിത്രം ഇതിനെ കൂടുതൽ അറിയാം. ഏറ്റവും കൂടുതൽ 2ാം ലോക മഹായുദ്ധത്തിൽ ആൾനാശം സംഭവിച്ചതും സാമ്പത്തിക നാശം സംഭവിച്ചതും സോവിയറ്റ് യൂണിയനാണ്. അന്ന് അത്രയും ക്ലേശിച്ചാണ് ഫാഷിസത്തെ നമ്മൾ ചെറുത്തത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തകർന്നാൽ ലാഭം കൊയ്യുന്നത് ഫാഷിസ്റ്റുകളും വർഗീയവാദികളും ആയിരിക്കും. പുരോഗമന കലാസാഹിത്യ സംഘമാണ് ഈ പണി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ആ രാഷ്ട്രീയം ഓർമ്മപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ല. എന്ത് വില കൊടുത്തും ജനാധിപത്യത്തിൻ്റെയും പുരോഗമന സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെയും വഴി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് വിൻസെൻ്റ് സാമുവൽ എന്ന ഈ വലിയ കലാകാരനെ ആദരിക്കുന്നതിലും നമുക്കൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല, ആ രാഷ്ട്രീയം പുരോഗമന മനുഷ്യപക്ഷ രാഷ്ട്രീയം. തളരരുത്, തകരരുത്. പുരോഗമന മനുഷ്യവർഗ ചരിത്രം തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. വി ഷാൽ സർവൈവ്. അതുകൊണ്ട് ഓരോ പുരോഗമന പോരാളിയും ജാഗ്രതയോടുകൂടി ഈ സ്മരണകളിരമ്പുന്ന രണസ്മാരകങ്ങളുടെ മുൻപിൽ ജനകോടികളുടെ വിശ്വാസങ്ങളെ, ജനകോടികളുടെ പ്രതീക്ഷകളെ മുന്നോട്ട് ചലിപ്പിച്ചൊന്നും നേടാതെ മരിച്ചുപോയ സാംസ്കാരിക രക്തസാക്ഷി ഒരുപാട് ആളുടെ പേര് പറയാനുണ്ട്. ഞാൻ മറന്നുപോയതാണ്. ഈ വിൻസെൻ്റ് മാഷ് തിരൂരിൽ തീവണ്ടിക്ക് മുമ്പിൽ ചാടി മരിക്കുകയാണ് ചെയ്തത്.
കഷ്ടപ്പാടായിരുന്നു, രോഗമായിരുന്നു, ആരും സഹായിക്കാനുണ്ടായില്ല. ഞാൻ നേരിട്ട് മരിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് ഞാൻ കലാകൗമുദിക്ക് വേണ്ടി വിൻസെൻ്റ് മാഷെ ഇൻ്റർവ്യൂ ചെയ്തത്. അദ്ദേഹത്തിൻ്റേതായിട്ട് പ്രചരിക്കുന്ന ഒരേ ഒരു ഫോട്ടോ ഞാനെന്ന് ആ ഫീച്ചർ സ്റ്റോറിക്ക് വേണ്ടി എടുത്തതാണ്. അതിൻ്റെ പേരക്കുട്ടി തബല വായിക്കുന്ന ഒരു ഫോട്ടോ ഒപ്പം ഇരിക്കുന്നു. ആ പടം അച്ചടിച്ചു വന്ന് ഒരു മാസം കഴിയുമ്പോഴാണ് രോഗപീഠയും ദാരിദ്ര്യവും കൊണ്ട് തീവണ്ടിക്ക് മുൻപിൽ വിൻസെൻ്റ് മാഷ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനു മുമ്പ് ബിച്ചം ഉസ്താദ് അവിടെ താനൂരിലൊരു വരാന്തയിൽ, ആശുപത്രി വരാന്തയിൽ അനാഥനായിട്ട് മരിച്ചു. രാംറാവു മങ്കേഷ്കർ എന്ന മങ്കേഷ്കർ റാവു എന്ന സംഗീതക്കാരൻ, ജലതരംഗത്തിൻ്റെ ഹിന്ദുസ്ഥാനി പ്രയോജകനായിരുന്നു രാംറാവു മങ്കേഷ്കർ. അദ്ദേഹം ഒരു ക്ലബിൽ കിടന്നു മരിച്ചു. പലരും അനാഥരായിട്ട് മരിച്ചു. അവരൊക്കെ അനാഥരായി മരിച്ചതും പോരാടിയതും നമ്മെ മനുഷ്യരാക്കാൻ വേണ്ടിയാണ്. നമ്മെ മതവാദികളോ ജാതിവാദികളോ മനുവാദികളോ ആക്കാനല്ല, നമ്മെ മനുഷ്യവാദികളാക്കാനും മനുഷ്യനാണ് പ്രധാനമെന്ന് ഓർമ്മിപ്പിക്കാനുമാണ്. ജാതിയല്ല, മതമല്ല, മനുഷ്യനാണ് പ്രധാനം. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ സംഗീത നാടക ചരിത്രം പാട്ടിലൂടെയും നാടകത്തിലൂടെയും മനുഷ്യത്വത്തെ, ഉദാരമായ മാനവികതയെയാണ് ഉയർത്തിപ്പിടിച്ചത്. എത്രയോ ആളുകൾ ഇനിയും ഓർക്കാനോട്. ഞാൻ പ്രസംഗം ഇങ്ങനെ കടലാസ് വെച്ച് പ്രസംഗിക്കാത്തതുകൊണ്ട് പലരുടെയും പേര് മറന്നുപോയി കാണും. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നദീം ദൗഷാദൊക്കെ ഈ വിഷയത്തിൽ പലപ്പോഴും കുറിപ്പുകൾ എഴുതുന്ന ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ നദീമിനെതിൽ പൂരിപ്പിക്കാനുണ്ടാകും. അവരൊക്കെ ചേർത്ത് പൂരിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പുതിയ മനുഷ്യത്വത്തിലേക്ക് നയിച്ച് നമ്മെ മനുഷ്യരാക്കാൻ വേണ്ടി പുരോഗമന കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ജീവൻ ബലിയർപ്പിച്ച് നടത്തിയ മഹാസമരത്തിൻ്റെ ഓർമ്മകളാണ്. ഓർമ്മകളുണ്ടായിരിക്കണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട വിൽസൺ മാഷെ, വിൽസേട്ട, താങ്കളിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളിലും സ്പന്ദിക്കുന്നത് ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് മുന്നേറി വന്ന മനുഷ്യ മഹാസ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതേതര മാനവികതയുടെയും മഹാശക്തിയാണ്. നമ്മൾ തോറ്റവരല്ല, തോൽക്കുകയില്ല. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണ്ണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരാങ്കണ്ണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ. അവിടെയാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാറുള്ളത്. മറ്റൊന്ന് നേടി എന്നതിൽ പറയുന്നുണ്ട്. നേടിയതെന്താണെന്ന് കേരളത്തിനറിയാം. നേടിയതൊന്നും പണയപ്പെടുത്തരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ വിൽസേട്ടനെ കുറിച്ചുള്ള ഈ നല്ല ദിവസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ, വിൽസേട്ടൻ ചെറുപ്പക്കാരനാണ്. ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ചെറുപ്പമായി വരികയാണ്. ഇനി വരുമ്പോൾ കൂടുതൽ ചെറുപ്പമാവും. അങ്ങനെ കൂടുതൽ ചെറുപ്പക്കാരനായി സംഗീതം കൊണ്ട് ആ കരൾ തുറന്നു നോക്കിയാൽ ആകെ സംഗീതമാണ്, വേറെ ഒന്നുമില്ല. കാലുഷ്യം എന്നൊരു സാധനം ഈ ഹൃദയത്തിനകത്തേക്ക് കയറിയിട്ടില്ല. നൈർമല്യം മാത്രമാണ്. സംഗീതമുള്ള ആളുകൾ ക്രിമിനലുകളാവുകയില്ല, ആത്മഹത്യ ചെയ്യുകയില്ല, കൊലപാതകികളാവുകയില്ല. സംഗീതമുള്ള ആളുകൾ വെളിച്ചം പോലെ നന്മ നിരതിത ആ ചിരി പോലെ. നേരത്തെ ഒരു ചിരി ഉണ്ടായിരുന്നു, ആ ചിരി ഇപ്പോഴും ഉണ്ട് അല്ലേ? ആ ചിരി വായിക്കരുത്. ആ ചിരിച്ച വിൽസേട്ടനെ പോലെ ചിരിച്ച് നമ്മെ ചിരിപ്പിച്ച് സ്നേഹിപ്പിച്ച് സന്തോഷിപ്പിച്ച് പുതു ചരിത്രത്തിലേക്ക് കുതിപ്പിച്ച് വിൽസേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ കലാപോരാളിക്ക്, സംഗീത പോരാളിക്ക് എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ ഹൃദയപുരസ്സരം വിനയപുരസ്സരം ഞാനിതാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു.